നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമിക്രോൺ ഉൾപ്പെടെ കോവിഡ് വ്യാപനം അതിശക്തമായ സാഹചര്യത്തിൽ കുവൈറ്റ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ഹാജർ നില 50% കൂടരുതെന്നാണ് നിർദ്ദേശങ്ങളിൽ ഒന്ന് എന്നത്. ഈ പരിധി ലംഘിക്കാത്ത രീതിയിൽ തന്നെ ഓരോ സ്ഥാപനവും ആവശ്യമായ ജീവനക്കാരുടെ എണ്ണം നിശ്ചയിച്ചു നൽകേണ്ടതാണെന്ന് മന്ത്രിസഭായോഗം അറിയിക്കുകയുണ്ടായി. ഈ തീരുമാനം നടപ്പിൽ വരുത്തുന്നതിനായി സിവിൽ സർവീസസ് ബ്യൂറോയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുകൂടാതെ ജീവനക്കാരുടെ എണ്ണം 50% കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള പുതിയ നിയന്ത്രണങ്ങൾ ഇന്ന് ജനുവരി 12 ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. സമാനമായ രീതിയിൽ സ്വകാര്യ സ്ഥാപനങ്ങളും ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കണമെന്ന് അധികൃതർ അറിയിച്ചു. വ്യാപാരവും ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമായി വരുന്നത്ര ജീവനക്കാർ മാത്രമേ ഓഫീസുകളിൽ ഹാജരാവാൻ പാടുള്ളൂ. നഴ്സറികൾ, ചിൽഡ്രൻസ് ക്ലബ്ബുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർ പൂർണ്ണമായി വാക്സിൻ എടുത്തവരാണെങ്കിൽ മാത്രമേ ജോലിക്ക് ഹാജരാകാൻ പാടുള്ളൂ. കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പൂർണ്ണമായി പാലിക്കുകയും വേണം. വ്യാപാര സ്ഥാപനങ്ങളിലെ ആഭ്യന്തര യോഗങ്ങൾ, ബിസിനസ് കോൺഫറൻസുകൾ തുടങ്ങിയ പരിപാടികൾ നേരിട്ട് ഒരു കാരണവശാലും സംഘടിപ്പിക്കാൻ പാടില്ല. പകരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗപ്പെടുത്തണം. ഇതും ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. എന്നാൽ ഏതുവരെയാണ് നിയന്ത്രണങ്ങൾ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സലൂണുകൾ, ബാർബർ ഷോപ്പുകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ ജീവനക്കാരും സന്ദർശകരും പൂർണ്ണമായും വാക്സിൻ എടുത്തവരായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. സ്പോർട്സ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർ വാക്സിനേഷൻ പൂർത്തിയാക്കിയവർ ആയിരിക്കണമെന്ന് ജനറൽ സ്പോർട്സ് അതോറിറ്റിയും വ്യക്തമാക്കി. രാജ്യത്ത് കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ മേഖലകളിലുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് അധികൃതർ. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. രാജ്യത്തിലെ പകർച്ചവ്യാധി സാഹചര്യം സൂക്ഷ്മമായി വിലയിരുത്തി റിപ്പോർട്ട് ചെയ്യാനും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപാര സമുച്ചയങ്ങൾ, സഹകരണ സൊസൈറ്റികൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കും. മാസ്ക് ധാരണം, സാമൂഹിക അകലം പാലിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാനും നടപടികൾ സ്വീകരിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും മറ്റും നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി പരിശോധനാ ടീമുകളെ വിന്യസിക്കാനും മന്ത്രിസഭ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി മാളുകൾ, റെസ്റ്റോറന്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയവയുടെ പ്രവൃത്തി സമയം കുറയ്ക്കില്ലെന്നും മന്ത്രിസഭായോഗം അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ജീവനക്കാരുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. പൊതുഗതാഗത സംവിധാനങ്ങളിൽ 50% യാത്രക്കാർ മാത്രമേ പാടുള്ളൂ. എന്നാൽ ടാക്സികൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ലെന്നും മന്ത്രിസഭായോഗം വിശദീകരിച്ചു. നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഓഫീസുകളിൽ ഫിംഗർ പ്രിന്റ് വഴി ഹാജർ രേഖപ്പെടുത്തുന്ന സംവിധാനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായും അധികൃതർ അറിയിച്ചു. ഇതിനിടെ 2ാം ഡോസ് വാക്സിൻ എടുത്ത് 9 മാസം കഴിഞ്ഞിട്ടും ബൂസ്റ്റർ ഡോസ് എടുക്കുകയോ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാത്തവരെ വാക്സിൻ എടുത്തവരെ പരിഗണിക്കില്ലെന്നും മന്ത്രിസഭായോഗം അറിയിക്കുകയായിരുന്നു. ഇതുകൂടാതെ 2ാം ഡോസ് എടുത്ത് 9 മാസം തികയാത്തവരെയും കോവിഡ് ബാധിച്ച് 28 ദിവസം കഴിയാത്തവരെയും പ്രതിരോധ ശേഷിയുള്ളവരായി കണക്കാക്കും. 11 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വാക്സിൻ വിതരണം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആരംഭിക്കുമെന്നും ഗവൺമെന്റ് വക്താവ് അറിയിച്ചു. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിമാനയാത്രകൾക്ക് വിലക്കേർപ്പെടുത്തുകയോ വിമാനത്താവളം അടച്ചിടുകയോ ചെയ്യുന്ന കാര്യം മന്ത്രിസഭായോഗം ചർച്ച ചെയ്തില്ലെന്ന് അൽമസ്രം അറിയിച്ചു. നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവരുടെ പരിശോധനയും ക്വാറന്റൈനും ശക്തിപ്പെടുത്തും. ക്വാറന്റൈൻ സംവിധാനം ഒരുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി ആരോഗ്യ, ആഭ്യന്തര മന്ത്രാലയങ്ങളും ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്, സിവിൽ ഏവിയേഷനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ കുവൈറ്റിൽ പ്രതിദിന കോവിഡ് പോസിറ്റീവ് കേസുകൾ 4000 കടന്നിരിക്കുകയാണ്. ഇന്നലെ ജനുവരി 11 4397 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുവൈറ്റിൽ കോവിഡ് കേസുകൾ വരും ദിവസങ്ങളിൽ വലിയ തോതിൽ വർദ്ധിക്കും എന്നതിന്റെ സൂചനയാണ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രതിദിന കണക്ക് വ്യക്തമാക്കുന്നത്. ഇതോടെ രാജ്യത്തെ ആക്ടീവ് കേസുകളുടെ എണ്ണം 24,650 വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ കോവിഡ് മൂലമുള്ള ഒരു മരണവും രാജ്യത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോവിഡ് വാർഡുകളിൽ 162 പേരും തീവ്രപരിചരണ വിഭാഗത്തിൽ 15 പേരും ചികിത്സയിൽ കഴിയുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.